لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد. കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായ നിലയിലാണ് അവരുടെ സേവനം ലഭിച്ചിരുന്നത്. അത് ഹജ്ജ് കമ്മിറ്റി ഏറെ സന്തോഷത്തോടുകൂടി തന്നെയായിരുന്നു പിന്നീട് അത് പരിശോധിച്ച് വിലയിരുത്തിയത്. 2024 കേരളത്തിൽ 3 എംബാർക്കേഷനിൽ നിന്നാണ് ഈ വർഷവും ഹാജിമാർ യാത്ര പുറപ്പെടുന്നത്. കൊച്ചിയോടൊപ്പം തന്നെ കോഴിക്കോടും കണ്ണൂരും. ഈ 3 സ്ഥലത്തും ഏകദേശം 18,000 ഹാജിമാരാണ് ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും 4,400ഓളം ഹാജിമാരാണ് 14 ദിവസം ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ യാത്ര പുറപ്പെടുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. പരിശുദ്ധ ഹജ്ജ് കർമ്മം ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. കഴിഞ്ഞ ദിവസം എയർപോർട്ട് അതോറിറ്റി ഓഫീസിൽ ചേർന്ന അവലോകന റിപ്പോർട്ട് തൃപ്തിയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സംബന്ധിച്ചു. വൈകിട്ട് 3 നടന്ന സ്വാഗത സംഘത്തിലേക്കായി 202 പേരെ തെരഞ്ഞെടുത്തു. ആലുവ MLA അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് CT ഹാഷിം തങ്ങൾ, SYS ജില്ലാ ഭാരവാഹികളായ KSM ഷാജഹാൻ സഖാഫി, ജലാൽ VK, മുഹമ്മദ് മുഹ്സിൻ MLA, മുൻ MLA AM യൂസഫ്, തൊടിയൂർ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, CA ഇദ്രോസ് ഹാജി, ഷബീർ മണക്കാടൻ, സക്കീർ, MES പ്രതിനിധി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് കൊച്ചിയിലെ എല്ലാ ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കും എല്ലാ സന്തോഷങ്ങളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുകയാണ്. അല്ലാഹുവിൽ ഒരു സാലിഹ്യവരായി കബൂൽ ചെയ്യട്ടെ. ഹജ്ജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുവാൻ എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സ് നന്നെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. എന്നെ നന്നാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹജ്ജ് ക്യാമ്പ് വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതി യോഗമാണ് ഇന്ന് സിയാലിൽ വെച്ച് ചേർന്നത്. ഏതാണ്ട് 4,474 പേരാണ് ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കാനുള്ള ഹാജിമാരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ സ്ത്രീകളുടെ എണ്ണമാണ് വളരെ കൂടുതൽ. അപ്പോൾ വളരെ വിപുലമായും ഏറ്റവും നന്നായി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഹജ്ജ് കമ്മിറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ MLA, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള സംഘാടക സമിതി ചേർന്നത്. വിവിധ സംഘടനകളുടെ ആളുകളും അല്ലാത്തവരും എല്ലാവരും ചേർന്നുകൊണ്ട് സിയാലിൻ്റെ പ്രതിനിധികളടക്കം വളരെ നന്നായും വിപുലമായും ഹജ്ജ് ക്യാമ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങൾക്കും തുടക്കമിടുകയാണ് ഇന്നത്തെ സംഘാടക സമിതിയോടുകൂടി. എല്ലാവരും ഒരുമിച്ച് നന്നായി പ്രാവശ്യത്തെ ഹജ്ജിന് ആളുകളെ യാത്രയാക്കുക എന്ന ഉദ്ദേശമാണുള്ളത്. അതിന് വലിയ പിന്തുണയാണ് ഈ സംഘാടക സമിതിയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നന്നായി പ്രാവശ്യത്തെ ഹജ്ജ് യാത്ര തിരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ എല്ലാവരും പങ്കാളികളാകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ ആദ്യ ഫ്ലൈറ്റ് 26-നാണ്, മെയ് 26-നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സമയത്ത് 2024 മെയ് 26-ന് ആണ് ഇവിടെ നിന്ന് ആദ്യ ഫ്ലൈറ്റ് തിരിക്കുന്നത്. ജൂൺ 9-നാണ് അത് അവസാനിക്കുന്നത്. 16 സർവീസുകളാണ് നടക്കുന്നത്. ആദ്യത്തെ വിമാനം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. 279 ഹാജിമാരുമായി ഹാജിമാരെ ആണ് ആദ്യ വിമാനത്തിൽ കൊണ്ടുപോകുന്നത്.
ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.